ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എൻ്റെ റിക്കവറിയുടെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം എൻ്റെ കുറേ വീഡിയോസിലും ഷോർട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ കൈമ ഈ ഒരു മെഷീൻ. എല്ലാവരും ചോദിച്ചു തുടങ്ങിയത് എന്താ സംഭവം എന്ന്. എനിക്ക് തോന്നുന്നത് അധികം ആരിലും കാണാത്തൊരു സംഭവമാണിത്. നമുക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു 3 മാസമായിട്ടോ. ജനുവരി 8-ാം തീയതിയാണ്, അല്ല ഫെബ്രുവരി 8-ാം തീയതിയാണ് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയത്. ഞങ്ങൾ വണ്ടി ഒന്ന് സ്കിഡായി, ഞാൻ വീണു, കൈമുട്ട് കുത്തിയാണ് വീണേ. അപ്പോൾ എൽബോയിൽ ചെറിയൊരു പ്ലാസ്റ്ററായി, എൽബോയിൽ ചെറിയ എല്ലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊളിഞ്ഞു. അപ്പോൾ അവിടെ സ്ക്രൂവും പ്ലേറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ 1 മാസം മറ്റേ പ്ലാസ്റ്റർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് വന്നൊരു സംഭവമാണ് ഇത്. ഇതിൻ്റെ പേര് എൽബോ ബ്രേസ് എന്നാണ്. ഇത് വന്നിട്ട് ലിമിറ്റഡ് മോഷൻ എൽബോ ബ്രേസ് ആണ്. നമുക്കിങ്ങനെ ഇത് വെച്ചിട്ട് ഇതിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഇതിന് റേറ്റ് വരുന്നത് ഒരു 2000 രൂപയോളം ഇതിന് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്നോട് കുറേ പേരായിട്ട് ചോദിക്കുക ഇത് എന്താ സംഭവം എന്ന്. നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്ലാസ്റ്റർ ഇടുകയാണെങ്കിൽ ഒരു 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇടേണ്ടി വരും. പ്ലാസ്റ്റർ ഇടുമ്പോൾ നമ്മുടെ കൈക്ക് യാതൊരു വക മോഷനും ഉണ്ടാവില്ല. നമ്മൾ കറക്റ്റ് അങ്ങനെ തന്നെ വെക്കേണ്ടി വരും. ഒരു രീതിയിൽ നമുക്ക് കൈ എനക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ടും വർക്കൗട്ട് ചെയ്യേണ്ടി വരും നമ്മുടെ കൈ ഒന്ന് സാധാരണ പോലത്തെ മൂവ്മെൻറ്റ് ആവാനായിട്ട്. അപ്പോൾ അതിന് വ്യത്യാസമായിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രേസ്ലെറ്റ് എന്നൊക്കെ പറയണത്, ഈ ഒരു മിഷൻ, ഈ ഒരു സംഭവം യൂസ് ചെയ്യണേ. ഇതാവുമ്പോൾ നമ്മുടെ കൈ സെക്യൂറായിട്ട് ഇരിക്കുകയും ചെയ്യും. കൂടാതെ നമുക്ക് ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ താഴെയുണ്ട്. താഴെയുള്ള ബട്ടൺ നമ്മുടെ മൂവ്മെൻറ്റ് എത്രത്തോളം വേണം എന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടൊക്കെയാണെങ്കിൽ ഇത്രയ്ക്കും ഒരു ആംഗിളിൽ നമുക്ക് പോവുള്ളൂ. ആദ്യത്തെ വന്നിട്ട് നമുക്കൊരു 30 ഡിഗ്രിയിലാക്കാം, പിന്നെ 60 ഡിഗ്രി, 90 ഡിഗ്രി, അങ്ങനെ 180 ഡിഗ്രി ആകുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് മൂവ്മെൻറ്റ് കിട്ടും കൈക്ക്. ഇപ്പോൾ എനിക്ക് വന്നിട്ട് ഇതിൻ്റെ ആവശ്യമില്ലാണ്ടായിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു മന്തായപ്പോൾ തന്നെ എൻ്റെ കൈ ഒരുവിധം നല്ല മൂവ്മെൻ്റ് ആയി. അപ്പോൾ ആൾ പറഞ്ഞു ഇത് യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു. കാരണം ഇപ്പോൾ ഒരുവിധം എല്ലാ ഡോക്ടേഴ്സും ഇത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്ററിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ കൈക്ക് ഭയങ്കരമായിട്ടും മൂവ്മെൻറ്റിനും, അതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ അറിയാലോ, ചൊറിച്ചിലായി, കൈ അനക്കാൻ പറ്റില്ല, വെയിറ്റും, അങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് പ്ലാസ്റ്റർ ഇട്ട് കഴിയുമ്പോൾ. അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഈ ഒരു സംഭവം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. കൈ നല്ല ഫ്രീ ആയിരിക്കും. ഇത് വെച്ച് നമുക്ക് എന്തും ചെയ്യാം. കൈ നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ഇതുകൊണ്ടല്ല, ഈ കയ്യിലാണെങ്കിൽ ഫുഡ് കഴിക്കാനും കുഴപ്പമുണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ, കൈ പൊക്കാനും ഒന്നിനൊരു പ്രശ്നം ഉണ്ടാവില്ല. പ്ലാസ്റ്റർ ആണെങ്കിൽ നല്ല വെയിറ്റ് ആയിരിക്കും ഇത്. പിന്നെ ഇതിൻ്റെ ടൈ ആണെങ്കിലും ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു ടൈ ആണ് ഇതിന് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് കഴുത്തിക്കോടെ ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റി കിട്ടാനും എളുപ്പമാണ്. വെയിറ്റ് ഇല്ല, അത്ര ഒരുപാട് വെയിറ്റ് എന്നൊന്നും പറയാനില്ല, വെയിറ്റ്ലെസ് ആണ്. പ്ലാസ്റ്റിക്കും അതുപോലെ സ്റ്റീലും ആണ് ഇതിന് വരുന്നത്. ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു കോമ്പസ് ടൈപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഊരി കാണിച്ചു തരാം. കണ്ടോ, ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഇങ്ങനെ ടൈ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കൈമ്മ കെട്ടിയിട്ട് നമുക്കിത് ലൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഇങ്ങനെ ഒരു ടൈ, ഇങ്ങനെ 4 ടൈ വരുന്നുണ്ട് കേട്ടോ ഇതിന്. എന്താ ഞാൻ വരിക, ഇതിപ്പോൾ ഞാനിങ്ങനെ സെറ്റ് ചെയ്തേക്കണ കാരണമാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കാം. നമ്മളിങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പുഷ് ചെയ്ത് വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ പുഷ് ചെയ്ത് വെച്ചാൽ കണ്ടോ ഇങ്ങനെ ഇരിക്കുള്ളൂ. പിന്നെ അത് നീരാൻ പറ്റില്ല. അങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തിട്ട് കുറച്ചും കൂടി ഇങ്ങനെ ആക്കി വയ്ക്കുകയാണെങ്കിൽ കണ്ടോ ഇത്രയും കൂടി നീളി കിട്ടും. ഇതിങ്ങനെ അത് നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനാണ് കേട്ടത്. നല്ല സ്മൂത്താണ് വരുന്നത്. കൈക്ക് യാതൊരു വക വേദനയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാനും എളുപ്പമാണ്. എനിക്കിപ്പോൾ ഇത് ആവശ്യമില്ല എന്നാണ് പറഞ്ഞേക്കണേ. എനിക്ക് ആദ്യം ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ തന്നെ എന്നെ കൊണ്ടുപോയി തിരിഞ്ഞാലക്കൂടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ്. പക്ഷേ ഒരു നൈറ്റിലാണ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഓർത്തോ ഡോക്ടേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവരൊന്നും ചെയ്തില്ല. എല്ല് പൊട്ടിയിരിക്കുമ്പോൾ വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര അസഹനീയമായ വേദന കേട്ടോ. അനുഭവിച്ചവർക്ക് അറിയായിരിക്കും. നല്ല വേദനയായിരുന്നു. അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്തില്ല. അവർ പെയിൻ കില്ലർ പോലും എന്നെ ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് പുല്ലൂർ മിഷൻ ഹോസ്പിറ്റലിലേക്ക് വന്നു. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടർ നല്ല അടിപൊളി ഡോക്ടറായിരുന്നു. ആൾ എൻ്റെ എല്ല് കുറച്ചിങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ ആദ്യം തന്നെ ഫസ്റ്റ് അതിങ്ങനെ വലിച്ചിട്ടിട്ട് എനിക്ക് അങ്ങനെ തന്നെ കൈ പ്ലാസ്റ്റർ ഇട്ട് തരികയാണ് ചെയ്തത്. കണ്ടോ ഇപ്പോൾ ഈ ഒരു ആംഗിളാണ് കേട്ടോ എനിക്ക് സർജറി ചെയ്തേക്കണേ. ചെറിയ കൈക്ക് ഇപ്പോഴും എനിക്ക് കൈ അധികം സ്ട്രെയിറ്റ് ആവില്ല. കണ്ടോ ഒരു 10 ഡിഗ്രിയും കൂടി കൈ നീരാനായിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ പോയിട്ട് ഇനി ഞാൻ അവിടെ പോയിട്ട് അപ്പോൾ പറഞ്ഞു സർജറി വേണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഷഷ്ടിയായിരുന്നു കേട്ടോ, ഞങ്ങളുടെ കൊല്ലാട്ടി ഷഷ്ടിയായിരുന്നു. അപ്പോൾ അന്ന് സർജറി ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മണ്ടേക്ക് മാറ്റി. അപ്പോൾ മണ്ടേക്ക് മാറ്റിയപ്പോൾ വേദന ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് 2-3 പെയിൻ കില്ലേഴ്സും ഇഞ്ചക്ഷനും ഒക്കെ തന്നിട്ട് വേദന ഒന്ന് കൺട്രോൾ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പൈസയാണ് അവർ പറഞ്ഞത്. അവിടെ ഒരു സർജറിക്ക് വരിക ഒരു 1 lakh അടുത്ത് വരും. അപ്പോൾ ഗവൺമെൻറ് ഇരിഞ്ഞാലക്കുട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. ആളോട് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അടിപൊളിയാണ്, ഹോസ്പിറ്റലിലെ ഡോക്ടറും അതുപോലെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നേരെ വന്നിട്ട് ഇരിഞ്ഞാലക്കുട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആശിഷ് ഡോക്ടറെ കണ്ടു. അടിപൊളി ഡോക്ടറായിരുന്നു, ഓർത്തോ സ്പെഷ്യലിസ്റ്റാണ്, നല്ല ഡോക്ടർ തന്നെയായിരുന്നു. ആൾ വന്നിട്ട് പറഞ്ഞു സർജറിക്ക് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. കാരണം ഗവൺമെൻറ് ആശുപത്രിയിൽ 2 ദിവസമാണ് സർജറി ഉള്ളത്, ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും. അപ്പോൾ ആ 2 ദിവസത്തിനിടയിൽ ചൊവ്വയും വെള്ളിയോ അങ്ങനെ എന്തോ 2 ദിവസമാണ് അവിടെ സർജറി ഉള്ളത്. അപ്പോൾ നമുക്ക് വ്യാഴാഴ്ചയാണ്, ചൊവ്വയും വ്യാഴവും, നമുക്ക് വ്യാഴാഴ്ചയാണ് ഡേറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മളോട് പറഞ്ഞു തിങ്കളാഴ്ച ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി. അപ്പോൾ ഞായറാഴ്ച അഡ്മിറ്റ് ആകാൻ പറ്റില്ല, അപ്പോൾ ശനിയാഴ്ച വന്നിട്ട് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ശനിയാഴ്ച പോയി അഡ്മിറ്റ് ആയിട്ട് മൺഡേ എൻ്റെ സർജറി കഴിഞ്ഞു. എൻ്റെ സർജറി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഒരു കുറച്ച് മണിക്കൂറുകളാണ് നീണ്ടുന്നൊരു സർജറി ആയിരുന്നു. കാരണം ഇത് പൊട്ടിയിട്ട് ഇവിടെ കുറച്ച് എല്ലിൻ്റെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ 2-3 വിള്ളൽ പോലെയായിരുന്നു എല്ലിമ്മേ. അപ്പോൾ അത് ജോയിൻ ചെയ്തിട്ട് 3 സ്ക്രൂ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ ചെറുതായിട്ട് ലിഗ്മെൻറ്റിനും പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് എൻ്റെ സർജറി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. മേജർ സർജറി തന്നെ നമുക്ക് വേണ്ടി വന്നു. അതിന് ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ കൂടി നമുക്ക് കാർഡ് BPL ഒന്നും അല്ലാത്ത കാരണം പൈസ കുറച്ച് ചിലവായ. കാരണം ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് വാങ്ങൽ നമ്മൾ തന്നെ കാശ് കൊടുത്ത് വാങ്ങണം. പിന്നെ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ചാർജ് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കൊരു 10-40,000 രൂപ തന്നെ ഈ സർജറിക്ക് വേണ്ടി മാത്രം ചിലവായിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം മറ്റതിനെ കമ്പയർ ചെയ്യുമ്പോൾ 40,000 ആയുള്ളൂ എന്നൊരു സമാധാനം. പിന്നെ ഹോസ്പിറ്റൽ റൂം, അവിടുത്തെ ചിലവുകൾ അങ്ങനെയൊക്കെ വന്നിട്ട് ഒരു ഓവറോൾ നമുക്കൊരു 50,000 രൂപ ഹോസ്പിറ്റൽ ചിലവ് തന്നെ വന്നിട്ടോ ഈ ഒരു സർജറിക്ക്. അതിനുശേഷം എനിക്കിപ്പോൾ പ്ലാസ്റ്റർ ഊരി കഴിഞ്ഞപ്പോൾ കൈ ഒട്ടും അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെ തന്നെയായിരുന്നു ഇരിക്കേണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് ഈ ഒരു എൽബോ ബ്രേസ് ഇട്ട പിന്നെയാണ് എനിക്ക് കൈ ഇങ്ങനെ മൂവ്മെൻറ്റൊക്കെ വന്നു തുടങ്ങിയത്. ഇപ്പോഴും കറക്റ്റ് ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫിസിയോതെറാപ്പിക്ക് പോകുന്നുണ്ട്. അതും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അവിടെ നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. ആളെ കണ്ടിട്ട് നമ്മൾ ഡെയിലി ഞാനിപ്പോൾ 2-3 ദിവസമാണ് ആകെ പോയിട്ടുള്ളൂ. പക്ഷെ നല്ല വ്യത്യാസമുണ്ട് കൈക്ക്. ഇപ്പോൾ കൈ നന്നായിട്ട് ഒരുവിധമൊക്കെ മൂവ്മെൻ്റ് ആവുന്നുണ്ട്. എൻ്റെ കൈയുടെ ഇവിടെ ലിഗ്മെൻറ്റ് തെറ്റുന്നത് കൊണ്ട് കൈ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ കൈയുടെ പോലെ ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങോട്ട് തിരിയില്ല, കൈ മൊത്തം അങ്ങനെ തിരിയില്ല. അങ്ങനെ പ്രശ്നം ഇവിടെ ലിഗ്മെൻറ്റിൻ്റെ പ്രശ്നമുള്ള കാരണം അങ്ങനെ പറ്റണില്ല. അപ്പോൾ അത് ചെറുതായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് റെഡി ആയില്ലെങ്കിൽ ജസ്റ്റ് ഒരു സർജറിയും കൂടി വേണ്ടി വരുമെന്നാണ് പറയണത്. ഈ ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതിന് പതുക്കെ കൈയൊക്കെ ചെയ്ത് നോക്കി ശരിയാവുമോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അത് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സർജറിയുടെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞു തന്നത് ഈ ഒരു സംഭവത്തിനെ കുറിച്ചാണ്. ഇതിപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതെന്താണെന്ന്. സാധാരണയായിട്ട് ഇത് യൂസ് ചെയ്യുക പോസ്റ്റ് സർജിക്കൽ പേഷ്യൻസിനാണ്. കാരണം സർജറി കഴിഞ്ഞിട്ട് കൈയുടെ മോഷൻ കറക്റ്റ് ആക്കാനാണ്. പിന്നെ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എൽബോയ്ക്ക് കംപ്ലൈൻ്റ് ഉള്ളവർ, ലിഗ്മെൻ്റൊക്കെ തെറ്റുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഇതിൽ അഡ്ജസ്റ്റബിൾ സ്ലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ് ഷോൾഡർ പാഡ് വരുന്നുണ്ട്. ഇതിൽ ഈ ഒരു വള്ളിയും ഒരു പാഡ് വരുന്നുണ്ട്, സോഫ്റ്റ് ഷോൾഡർ പാഡും കൂടി ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റാഫൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്, കസ്റ്റമൈസ്ഡ് ആണ്. നമ്മളെ ഒരു സൈസിനനുസരിച്ച് നമുക്കിത് കറക്റ്റായിട്ട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഈ എല്ലാ സ്റ്റാഫും വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിൽ വന്നേക്കുന്നത്. പിന്നെ ഇതൊരു യൂണിവേഴ്സൽ ഡിസൈനാണ്. എല്ലാവർക്കും ജെൻസിനായാലും ലേഡീസിനായാലും ആർക്കായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സൽ ഡിസൈനിലാണ് വരുന്നത്. അപ്പോൾ ഭയങ്കര അഡ്ജസ്റ്റബിളാണ്, ഫ്ലെക്സിബിളാണ്. ആർക്കായാലും യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ് കേട്ടോ. ഭയങ്കര ഫ്ലെക്സിബിളാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൈയുടെ മോഷനൊക്കെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ വെച്ച് നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് ഇത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. കുറേ പേരായിട്ട് ചോദിക്കുന്നുണ്ട്, കുറേ പേര് ആക്സിഡൻറ്റ് പറ്റി, അപ്പം ഞങ്ങൾ പ്ലാസ്റ്റർ ഇട്ടിട്ട് 3 മാസമായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരോടും കൂടിയാണ് പറയുന്നത്. പ്ലാസ്റ്ററൊക്കെ വെട്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നല്ലതാണ്, ഭയങ്കര യൂസ്ഫുള്ളാണ്. പ്ലാസ്റ്റർ ഇട്ടാൽ നമുക്ക് ഭയങ്കര കംഫർട്ട് കുറവായിരിക്കും. കൈ ഒട്ടും അനക്കാൻ പറ്റില്ല, ആ ഒരു ആംഗിൾ മാത്രം പിടിച്ചു വെച്ചിട്ട് നടക്കേണ്ടേക്ക് വരും. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇനിയിപ്പോൾ ആരും എന്നോട് ചോദിക്കരുത് ഇതെന്താണ് സംഭവം എന്ന്. ഇത് ഞാൻ എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ലിമിറ്റഡ് മോഷൻ എൽബോ ബ്രേസ് എന്നാണ് ഇതിൻ്റെ പേര്, എൽബോ ബ്രേസ്. അത് റൈറ്റ് ഹാൻഡിലേക്കും ലെഫ്റ്റ് ഹാൻഡിലേക്കും ഒക്കെ ഡിഫറെൻ്റ് ആണ്. എൻ്റെ ഇത് ലെഫ്റ്റ് ഹാൻഡാണ് വരുന്നത്. കാലിന് വേറെയാണ് കേട്ടോ, കാലിന് വേറൊരു ടൈപ്പ് ഉണ്ട് സംഭവം. ഇതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ ഇറങ്ങണ്ടല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ആക്സിഡൻറ്റ്
പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെ അവിടുന്ന് ഇപ്പോൾ ഇവിടെ വരെ വന്നെത്തിക്കാണ്. ഇപ്പോൾ ഒരുവിധം ഓക്കെ വരുന്നുണ്ട്. ദൈവം സഹായിച്ച് പെട്ടെന്ന് റെഡി ആവട്ടെ. എനിക്ക് വണ്ടിയൊന്നും പെട്ടെന്ന് ഓടിക്കാൻ പറ്റില്ല, കുറച്ചും കൂടി സമയം എടുക്കും. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഞാനൊന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് വേണം എനിക്ക് വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും പോകാൻ പറ്റണില്ല. കൈ അത്രയ്ക്കും ഫ്ലെക്സിബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ് അധികം പോകാത്തത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഞാനൊന്ന് പെട്ടെന്ന് ഓക്കെ ആവാനായിട്ട്. ബൈ.